കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ ഒരു സമാധാനം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അത് നമ്മളെ തന്നെ തിരുത്താവുന്ന കുറച്ച് കാര്യങ്ങളാണ്. അതിനകത്ത് ചില കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ഒന്നാമത്തെ കാര്യം എന്താണെന്നറിയാവോ? നമ്മൾ നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കുക. അതായത് നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോൾ നമ്മൾ എന്താണ്, എന്തൊക്കെ ചെയ്യണം, ജീവിതത്തിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം, എതിലേ പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും, എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ, ആ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ്. അത് വെറുതെ ഇരിക്കുമ്പോൾ ചുമ്മാ ഇരുന്ന് മറ്റുള്ളവരുടെ കുശുമ്പും കുന്നായികം കേട്ട് സമയം കളയുന്ന സമയത്ത് നമ്മൾ നമ്മളെപ്പറ്റി ഒന്ന് ചിന്തിക്കുക. നമുക്ക് എതിലേ പോകാൻ പറ്റും എന്ന് ചിന്തിച്ച് അതിനൊരു തീരുമാനം കണ്ടെത്തുക. പിന്നെ രണ്ടാമത്, നമ്മുടെ സുഹൃത്തുക്കളുടെ ഇടയിലിരിക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞ് മറ്റുള്ളവരുടെ വെറുപ്പ് സമ്പാദിക്കാതിരിക്കുക. എല്ലാ കാര്യങ്ങളും പറഞ്ഞ് കളിയാക്കലുകളാണെങ്കിൽ പോലും അതിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള കളിയാക്കലുകൾ ഇല്ലാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കുക. അത് എവിടെയാണെങ്കിലും ഇരുന്ന് പറയുമ്പോഴും അവരുടെ ഇടയിലിരിക്കുമ്പോൾ നമുക്ക് വേറൊരു വൈബാണ്. അപ്പോൾ നമ്മൾ ഓർക്കാണ്ട് ഓരോ കാര്യങ്ങൾ വിളിച്ചു പറയുകയും ഒക്കെ ചെയ്യും. ചിലപ്പോൾ നമ്മുടെ കൂടെയുള്ളവരിൽ ചിലർ വലിയ നിലയിലൊന്നും എത്താത്തവരുണ്ടായിരിക്കാം. അവർക്ക് മനസ്സിന് വിഷമം ഉണ്ടാക്കുന്ന രീതിയിലൊന്നും നമ്മുടെ വായിൽ നിന്നൊരു സംസാരം ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക. നമ്മുടെ രീതികളെല്ലാം അങ്ങനെയായിരിക്കുക. അവരെയും കൂടെ ചേർത്ത് നിർത്തുന്ന രീതിയിൽ ആയിരിക്കുക ആത്മാർത്ഥ സുഹൃത്തുക്കളുടെ ഗ്യാങ്ങിൽ പെടുമ്പോൾ. പിന്നെ നമ്മളൊരു സമൂഹത്തിലിരിക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ബോഡി ലാംഗ്വേജ് നമ്മൾ ശ്രദ്ധിക്കുക. അവർക്ക് വേറെ ഒരർത്ഥം വരുന്ന രീതിയിൽ അവരോട് പെരുമാറാതിരിക്കുക. കാരണം പല പുരുഷന്മാർക്കും പറ്റുന്നതാണ് ഇച്ചിരി കൊഞ്ചലും കുഴയിലും കൂടുന്നു എന്നുള്ളതും. സ്ത്രീകളുണ്ട് ആ സമയത്ത് അതിരുവിട്ടുള്ള സംസാരങ്ങളും അതിരുവിട്ടുള്ള ഇടപെടലുകൾ, തോണ്ടലും ഞോണ്ടലും. ചിലപ്പോൾ ഭർത്താക്കന്മാരായിരിക്കാം ഇരിക്കുന്നവർ. അപ്പോൾ വേറൊരു സ്ത്രീ വന്ന് ഭർത്താവിനെ തോണ്ടുകയോ വർത്തമാനം പറയുകയോ ചെയ്യുന്നൊന്നും സ്വന്തം ഭാര്യയ്ക്ക് ചിലപ്പോൾ ഈ ഭർത്താവിൻ്റെ ഭാര്യയ്ക്ക് പിടിച്ചു എന്ന് വരില്ല. അപ്പോൾ അവിടെ ഒരു ലിമിറ്റ് വയ്ക്കാൻ ശ്രമിക്കുക. നമ്മൾ അതിനൊരു അതിർവരമ്പ് സൃഷ്ടിക്കുക. നമ്മുടെ നാട് അങ്ങനെയാണ് ഇല്ലേ, അല്ലാണ്ട് യൂറോപ്യൻ കൺട്രി ഒന്നും അല്ല എന്നുള്ള ചിന്തയോടുകൂടി അതിനൊരു അതിർവരമ്പുകൾ സൃഷ്ടിക്കുക. ഒരു മറ്റുള്ളവർക്ക് റെസ്പെക്റ്റ് തോന്നുന്ന രീതിയിൽ മാത്രം സ്ത്രീകളും പുരുഷന്മാരും ഇരിക്കാൻ ശ്രമിക്കുക. അതാണ് വേണ്ടത്.